ദൃശ്യം 3. ദൃശ്യം എന്ന പേര് കേൾക്കുമ്പോൾ ത്രില്ലിങ്ങിൻ്റെ അവസാന വാക്ക് ഏറ്റവും പീക്ക് ലെവലാണ് ദൃശ്യം 3 എന്ന് നമുക്കങ്ങനെ തന്നെ തോന്നും. കാരണം സാധാരണ ഒരു ത്രില്ലർ മൂവികളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണ്? മാസ് രംഗങ്ങൾ, ആക്ഷൻ രംഗങ്ങൾ, ഫ്രെയിമൊക്കെ ഇങ്ങനെ വട്ടം കറക്കി ഭയങ്കര സ്പീഡാക്കി കൊണ്ടുപോകുന്ന ഒരു ത്രില്ലർ, അതാണ് ത്രില്ലർ എന്നുള്ള രീതിയിലാണ്. ഈ ത്രില്ലർ സിനിമയുടെ ഇതെല്ലാം പൊളിച്ചെഴുതിയ ഒരു സിനിമയാണ് ദൃശ്യം. ലോകമെമ്പാടും ആരാധകരെ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ദൃശ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്ലോ ബേസിൽ കഥ പറഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ്. ഒരു ആക്ഷൻ രംഗങ്ങൾ പോലും ഇല്ലാതെ, ഫ്രെയിം ഭയങ്കര ഫ്രെയിമൊന്നും അങ്ങനെ ഇല്ലാതെ സ്ലോ ബേസിൽ പറഞ്ഞു പോകുന്ന ഈ ചിത്രത്തിന് ഇത്രയും ആരാധകരുണ്ടെങ്കിൽ അതിൻ്റെ കഥ, തിരക്കഥയും, അത് പിന്നെ താരങ്ങളുടെ പ്രകടനങ്ങളും, പിന്നെ അതിൻ്റെ സംവിധായകൻ്റെ എഴുത്തും സംവിധായകൻ ആ ചിത്രത്തെ സമീപിച്ചിരിക്കുന്ന രീതിയുമാണ് ലോകമെമ്പാടും ആരാധകർ സൃഷ്ടിക്കാൻ കാരണം. അപ്പോൾ ഈ 1ഉം 2ഉം കഴിഞ്ഞ് 3യിലോട്ട് എത്തുമ്പോൾ ഇത് 1നെയും 2നെയും കടത്തി വെക്കുന്ന ത്രില്ലിംഗ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്ന ഒരു ചിത്രം തന്നെയാണിത്. കാരണം ഇമോഷണൽ രംഗങ്ങൾ കൂടുതലുണ്ടാവും. ജിത്തു ഒരുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ജോർജ് കുട്ടിയും കുടുംബത്തിനെയും, കാരണം അവിചാരിത സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് ചെയ്തു പോകുന്ന ഒരു തെറ്റ്, ആ തെറ്റ് ഇനി അവർ മരിക്കുന്നോടം വരെ അവരെ പിന്തുടരും ഓരോരുത്തർ. കാരണം അന്ന് അവർ ആ തെറ്റ് ചെയ്തു, അവരെ അന്ന് ആ കുറ്റം സമ്മതിച്ചിരുന്നില്ലെങ്കിൽ, കാരണം അന്നേരത്തെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ സ്വന്തം ഫാമിലിനെ ഉപദ്രവിക്കാൻ വന്ന ഒരുത്തിനെ നമുക്ക് കൊല്ലേണ്ടി വന്നു. അപ്പം ശിക്ഷയിൽ തന്നെ കുറവുണ്ടാവും. പക്ഷെ ഇത് ഒന്ന് ഓർത്ത് നോക്കൂ, എത്ര വർഷമായി ഇവർ ഈ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ പിന്തുടരുന്ന ആൾക്കാർ, ഓരോ കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവരുടെ മേലിലോട്ട് ഓരോ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവരിപ്പോൾ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ തന്നെ പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ്. ഇതിൽ കൂടുതൽ ശിക്ഷ എങ്ങനെയാണ് ഇവർക്ക് കിട്ടുക? ഇവരിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജീവപര്യന്തവും എല്ലാം കഴിഞ്ഞു. ഇവരുടെ ആ ഒരു കൊലപാതകത്തിൻ്റെ പേരിൽ വലിയ ശിക്ഷ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവർ ജീവിതകാലം മുഴുവൻ അനുഭവിക്കുകയും വേണം. പോലീസുകാർക്ക് കഴിയാത്തത് ഇപ്പം മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. അവരാണ് ഇപ്പോൾ ഇതിൻ്റെ പുറകെ. അപ്പം കാരണം നമുക്കറിയാം, പിന്നെ മൊബൈലുണ്ട്, വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ സംഭാഷണങ്ങളൊക്കെ എങ്ങനെയെങ്കിലും ചിത്രീകരിച്ച് ഇവരെ നാറ്റിക്ക്, ഇവരെ ഈ കേസ് തെളിയിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ ഇവരുടെ അയൽവാസികളായിട്ട് വന്ന് താമസിച്ച പോലീസുകാരെ സമീപിച്ച് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ജോർജ് കുട്ടി എല്ലും കഷ്ണങ്ങൾ കുഴിച്ചിട്ട് മടങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞാൽ അയാളോടും അങ്ങനെ. പിന്നെ അതുമാത്രമല്ല, ഈ സ്കൾട്ട് മാറ്റാൻ വേണ്ടി ജോർജ് കുട്ടിയെ സഹായിച്ച ഉദ്യോഗസ്ഥനെ എല്ലാം പോയി ഇവർ കണ്ട് ഇവർ ഇതിനെപ്പറ്റി ഇവരുടെ പുറകെ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ, ഇപ്പോൾ നേരത്തെ പോലീസിനെ മാത്രം ഇപ്പം പോരാ, സോഷ്യൽ മീഡിയ, നാട്ടുകാർ, കൂടത്തിൽ നിന്നവർ എല്ലാവരെയും ഇവരിപ്പം പ്രശ്നത്തിലായിട്ടാണ് ജോർജ് കുട്ടിയും ഫാമിലിയുള്ളത്. അതുമാത്രമല്ല, കുടുംബത്തിൽ തന്നെ ജോർജ് കുട്ടിക്ക് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി. എന്തിനാണ് ഇത് ചെയ്തത്? അച്ഛൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇപ്പം ജീവിതകാലം മുഴുവൻ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. കുടുംബം കൂടെ നിന്ന് കുടുംബത്തിന് വേണ്ടി ചെയ്ത ആൾക്ക് തിരിച്ചൊരു ചോദ്യവും ഉത്തരവും കണ്ടെത്തേണ്ട അവസ്ഥയാണ്. മാത്രമല്ല, ഇനി എന്തിനാണ് ഇപ്പം ജോർജ് കുട്ടി ഇപ്പോൾ ഒരു പേടിയിലോട്ടാണ്. ഇത് എത്ര കാലം, ആരൊക്കെ ഇതിൻ്റെ പുറകെ നടക്കും? ഞാൻ ഇനി എത്ര കാലം ഇതിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണം എന്നുള്ളൊരു പ്രശ്നവും എല്ലാം പേറിയിട്ടാണ് ജോർജ് കുട്ടി. എന്നാലും പിന്നെ പശ്ചാത്തപിക്കാം എന്നുള്ളതുണ്ടെങ്കിലും അത് കുടുംബത്തിനെ, കാരണം ഇനിയും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരാളെ മാത്രമോ രണ്ടാളെ മാത്രമല്ല, ഫാമിലി മൊത്തം ജയിലിൽ കിടക്കേണ്ട അവസ്ഥയായിട്ട് വരും. അപ്പം അതുകൊണ്ട് ഒരിക്കലും ജോർജ് കുട്ടി പിടികൊടുക്കില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ ചിത്രത്തെ ജിത്തു ജോസഫ് സമീപിച്ചിരിക്കുന്നത്, എടുത്തു വച്ചിരിക്കുന്നത്. ത്രില്ലിങ്ങിൻ്റെ പീക്ക് ലെവലായിരിക്കും. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് ജോർജ് കുട്ടിയും ഫാമിലീനെ സംരക്ഷിച്ച് നിർത്തുന്നുള്ളതിന് ഒരു സംശയം വേണ്ട. പിന്നെ ജോർജ് കുട്ടിയുടെ കഥാപാത്രത്തിന് കുറച്ച് പ്രായം ചെന്നിട്ടുണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ ദൃശ്യം 1ൻ്റെ മേലിലാണ് പുള്ളി. ഇപ്പോൾ സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. പക്ഷേങ്കിൽ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് ആണെങ്കിലും സംഭാഷണ രീതിയാണെങ്കിലും പ്രായം ചെന്ന ഒരു ആളായിട്ട് തന്നെയാണ് അദ്ദേഹം ആ കഥാപാത്രത്തെ സമീപിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ള അഭിനയിച്ചിരിക്കുന്ന എല്ലാവരുടെയും ഈ സിനിമ പ്രകടനങ്ങൾ കൊണ്ട് ഒരു ക്ലാസ്സായി മാറുന്നു എന്നതിൽ ഒരു സംശയമില്ല. ത്രില്ലിങ്ങിൻ്റെ അങ്ങേ ലെവൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. പിന്നെ റെക്കോർഡുകൾ തിരുത്തി കുറിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചിത്രം മെയ് 21 ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ തന്നെ ഇറക്കി വിടുന്നത്. അപ്പോൾ നമുക്കറിയാം 1ലെയും 2ലെയും ആൾക്കാർ ഇപ്പം സഹദേവൻ അടക്കം ഈ ദൃശ്യം 3യിലുണ്ട്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണ് ജോർജ് കുട്ടിക്ക് പ്രയാസങ്ങൾ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നേരിടേണ്ടത്? കള്ളക്കേസുകളൊക്കെ ഇഷ്ടം പോലെ വരും, കള്ളക്കേസുകൾ വരും. ഇവരൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള
സോഷ്യൽ മീഡിയയിലൊക്കെ വമ്പൻ പ്രശ്നങ്ങൾ വരും. ഇതൊക്കെ അതിജീവിച്ച് ദൃശ്യം 3 തീർത്ത് ദൃശ്യം 4ലോട്ട് പോകുമോ നമുക്ക് നോക്കാം. അപ്പോൾ ലാലേട്ടൻ്റെ ജന്മദിനത്തിൽ ഒരു ബമ്പൻ ഹിറ്റ് ലാലേട്ടന് കിട്ടട്ടെ. അതുമാത്രമല്ല ജിത്തുവിന് ഒരു നല്ല സിനിമ എടുക്കാൻ കഴിയട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന്